മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. നമസ്കാരം. ഷിജി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. റെൻസിന് എന്തുണ്ട് വിശേഷം? എന്ത് വിശേഷങ്ങൾ, ഓരോരോ തിരക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ നമ്മുടെ ആരവത്തിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം വളരെ നല്ലതായിരുന്നു എന്നുള്ള ആളുകളുടെ സംസാരവും നേരിട്ടുള്ള പറച്ചിലും നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഷെയറുകളും ലൈക്കുകളും എല്ലാം സൂചിപ്പിക്കുന്നത് തന്നെയാണല്ലോ. അതെ അതെ. അതുകൂടാതെ നമ്മുടെ പ്രേക്ഷകരെല്ലാം ഫോൺ കോളിലൂടെയും ഒക്കെ നമ്മളെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാറുണ്ട്. കഴിഞ്ഞ എപ്പിസോഡുകൾ വളരെ വിജയകരമായി നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്ക് 6ാമത് എപ്പിസോഡിലേക്ക് കടക്കാം അല്ലേ? 10 മണിപ്പൂക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്ന, നിങ്ങളേവരും കാത്തിരിക്കുന്ന ആരവത്തിൻ്റെ 6ാമത് എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ആരവത്തിൻ്റെ കഴിഞ്ഞ 5 എപ്പിസോഡുകളും വളരെ വിജയകരമായിരുന്നു അല്ലേ? പ്രേക്ഷകരുടെ ലൈക്കുകളും കമൻറ്റുകളും ഷെയറുകളും എല്ലാം അതാണ് സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ തന്നെ ഫോൺ കോളുകളുടെയും നേരിട്ടും ആളുകൾ നമ്മളെ അത് വളരെയധികം പ്രശംസിച്ചിട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആരവത്തിന് ഒരു പ്രേക്ഷക സമൂഹം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 8 മണിക്ക് ആരവത്തിൻ്റെ പുതിയ എപ്പിസോഡിനായി കാത്തിരിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്. അതെ അതെ. ചില സാങ്കേതിക കാരണങ്ങളാൽ കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് നമുക്ക് സംപ്രേഷണം ചെയ്യാനായിട്ട് സാധിച്ചില്ല. കഴിഞ്ഞ ആഴ്ച ഇത് സംപ്രേഷണം ചെയ്യാൻ സാധിക്കാത്തതിലുള്ള ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് വരുന്ന എപ്പിസോഡുകൾ പുതിയ രൂപത്തിലും ഭാവത്തിലും നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് പുതിയ എപ്പിസോഡിലേക്ക് കടക്കാം. അതെ. പുതിയ എപ്പിസോഡിൽ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യം പരിചയപ്പെടുത്താനുള്ളത് ആരെയാണ്? ഗുരുവന്ദനത്തിൽ നമുക്ക് നമ്മുടെ വത്സമ്മ വർക്കി ടീച്ചറിനെയാണ് പരിചയപ്പെടുത്താനുള്ളത്. അതെ, വത്സമ്മ വർക്കി ടീച്ചർ വളരെ കുറച്ചു കാലം മാത്രം അടിമാലി സ്കൂളിൽ സേവനമനുഷ്ഠിക്കുകയും അതിനുശേഷം ഉയർന്ന ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ടീച്ചർക്ക് നിയമനം കിട്ടി പോവുകയും ചെയ്തു. നമ്മൾ 87-88 ബാച്ചിലെ വിദ്യാർത്ഥികൾ വളരെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് അല്ലേ? അതെ. ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നമുക്ക് വളരെ കുറച്ചു കാലമാണെങ്കിലും ഇരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് ഉണ്ടായ ആ ടീച്ചറിൻ്റെ ക്ലാസ്സിലെ ഓർമ്മകൾ, ആ മധുരിക്കുന്ന ഓർമ്മകളോടുകൂടി നമുക്ക് ടീച്ചറുടെ വാക്കുകൾക്ക് കാതോർക്കാം. അതെ. 1990 മാർച്ച് 31-ാം തീയതിയാണ് ഞാനിവിടെ നിന്ന് മെറ്റേണിറ്റി ലീവ് എടുത്ത് പോകുന്നത്. അതിനുശേഷം 7 വർഷം കുഞ്ചുത്തണ്ണി സ്കൂളിലായിരുന്നു. അതിനുശേഷം നാട്ടിലോട്ട് ട്രാൻസ്ഫറായി. പിന്നെ പല പല സ്കൂളുകളിൽ പോയി അവസാനം 2012-ലാണ് റിട്ടയർ ചെയ്യുന്നത്. നിങ്ങളുടെ 4 സഹപാഠികൾ വീട്ടിൽ വന്ന് ക്ഷണക്കത്ത് തരികയും ക്ഷണിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് പിന്നെ വീണ്ടും വരില്ലേ എന്ന് ഡോക്ടർ റെൻസുമൊക്കെ വിളിച്ച് ചോദിച്ചതുകൊണ്ടും ഏതായാലും പോയി കളയാമെന്ന് ഞാനും മോൺസിയും കൂടി തീരുമാനിച്ചു. 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷേ പലയിടത്തും വഴി ബ്ലോക്കായതുകൊണ്ട് ഇപ്പോഴാണ് എത്തിച്ചേരാൻ സാധിച്ചത്. നിങ്ങളുടെ ഈ സ്നേഹാദരങ്ങൾക്ക് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. നിങ്ങളുടെ ഈ ക്ഷണത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് ഞങ്ങൾ വന്നത് തന്നെ. എല്ലാവരെയും ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിൽ വളരെയധികം നന്ദി പറയുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. വത്സമ്മ വർക്കി ടീച്ചറുടെ വാക്കുകൾ ഏറെ പ്രചോദനം നൽകുന്ന ഒന്നായിരുന്നു. അതെ. വളരെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ കൂട്ടായ്മ അല്ലെങ്കിൽ റീയൂണിയൻ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ടീച്ചർ ഇവിടെ എത്തിച്ചേരുകയും നമ്മളോട് 2 വാക്ക് സംസാരിക്കുകയും ചെയ്തു. അത് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ്. അത് നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള നന്ദി ടീച്ചർക്ക് ഞാൻ അറിയിക്കുകയാണ്. അതെ. അടുത്തതായി നമുക്ക് ഒരു പ്രോഗ്രാമിലേക്ക് കടക്കേണ്ടത് എന്താണ്? അടുത്തത് നമ്മുടെ ഡാനിയലും ഷിനോദും കൂടെ ചേർന്ന് പാടുന്ന ഒരു ഗാനമാണ്. ഡാനിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജൂനിയറായിട്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നതാണ്. പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഡാനിയൽ ഒരു താരം തന്നെയായിരുന്നു. അതെ. ആ കാലഘട്ടത്തിലെ യേശുദാസും ചിത്രയും എന്നാണല്ലോ ഡാനിയലും സരളയും അറിയപ്പെട്ടിരുന്നത്. അതെ. ഡാനിയലിനോട് കൂട്ടുകാരനാണ് ഷിനോദ്. ഒരു കലാകാരനാണ്. നമ്മുടെ സപ്ലിമെന്റിന്റെ എല്ലാം വർക്കും ഡിസൈനിങ് കാര്യങ്ങളെല്ലാം ചെയ്തത് ഷിനോദാണ്. അതെ. അതുകൂടാതെ ഷിനോദ് വളരെ നല്ലൊരു കലാകാരനാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തുകയും നമുക്ക് വേണ്ടി നല്ല നല്ല ഗാനങ്ങൾ ആലപിക്കുകയും നമ്മളെ സന്തോഷിപ്പിക്കുകയും ചെയ്ത ഷിനോദിനെ കുറിച്ച് ഇവിടെ ഷിനോദും ദാനിയലും ചേർന്നാണ് ഒരു ഗാനം പാടുന്നത് നമുക്ക് വേണ്ടി.
കടക്കണ്ണിൻ മൂന കൊണ്ട് നീട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളി എന്നെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തിൽ ഒലിപ്പിച്ച കണ്ണാളെ എന്നെ കുടുക്കിയ പൂമോളെ കടക്കണ്ണിൻ മൂന കൊണ്ട് നീട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളി എന്നെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തിൽ ഒലിപ്പിച്ച കണ്ണാളെ എന്നെ കുടുക്കിയ പൂമോളെ എന്ന പിട പോലെ കുണുങ്ങി നീ നടക്കും അരളിപ്പുമിഴി കൊണ്ട് കവിതകൾ കുറിക്കും അത് കണ്ടൻ മനസ്സാകെ പത പത പതയ്ക്കും എന്ന പിട പോലെ കുണുങ്ങി നീ നടക്കും അരളിപ്പുമിഴി കൊണ്ട് കവിതകൾ കുറിക്കും അത് കണ്ടൻ മനസ്സാകെ പത പത പതയ്ക്കും കരിമിഴിയുടെ നോട്ടം കണ്ടാൽ കരളാകെ കരനാട്ടം പെണ്ണെ അടിവെച്ചു കുഴഞ്ഞാടി അരികിൽ നീ അടുക്കുമ്പോൾ അകതാരിൽ നിന്നാട്ടം മനുഷ്യന്റെ പറക്കുന്ന വിളയാട്ടം കടക്കണ്ണിൻ 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 മൂലബന്ധൻ ഇട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച പെണ്ണാളെ എന്നെ കുടുക്കിയ പൂമോളെ പലതരം മയച്ചെന്നെ കുടുക്കി കുളിരൂറും കഥയോരം നുരഞ്ഞിട്ടും മയക്കി ഒരു തങ്കട്ടി വെള്ളന്റെ ഉറക്കൂണും മുടക്കി കുറിമാനം പലതരം മയച്ചെന്നെ കുടുക്കി കുളിരൂറും കഥയോരം നുരഞ്ഞിട്ടും മയക്കി ഒരു തങ്കട്ടി വെള്ളന്റെ ഉറക്കൂണും മുടക്കി മനസ്സിൽ കുടിയേറി ഓരോ മധുരിത മൊഴി പാടി നിന്റെ മലമഞ്ചു തികഞ്ഞുള്ള തളിർന്നെനിക്കിണങ്ങുവാൻ അനങ്ങന്ന കൊതി കൂടി അതിനും കാത്തിരിപ്പൊരു വഴി തേടി കടക്കണ്ണിൻ 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 മൂന കൊണ്ട് നീട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച പെണ്ണാളെ എന്നെ കുടുക്കിയ പൂവോളെ കടക്കണ്ണിൻ മൂന കൊണ്ട് നീട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ എന്നെ കുടുക്കിയ പൂമോളെ ഷിനോദിന്റെയും ദാനിയലിന്റെയും ഗാനം എല്ലാവരും കേട്ട് ആസ്വദിച്ചു എന്ന് മനസ്സിലായി. അതെ. അടുത്തതായി നമ്മൾക്ക് ഗുരുവന്ദനത്തിന് തന്നെ ആരെയാണ് പരിചയപ്പെടുത്തേണ്ടത്? നമ്മുടെ കുര്യാക്കോസ് സാറും വത്സമ്മ ടീച്ചറും. അതെ, കുര്യാക്കോസ് സാറും വത്സമ്മ ടീച്ചറും. അന്നത്തെ നമ്മുടെ 10 മണി പൂക്കൾക്ക് ആ പ്രോഗ്രാമിന് അവർക്ക് രണ്ടുപേർക്ക് എത്താൻ കഴിഞ്ഞില്ല. അതെ അതെ, അവർ വന്നില്ല. അവർ നിർഭാഗ്യവശാൽ അവർ കുര്യാക്കോസ് സാറിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് സാറും ടീച്ചറും കൂടെ അങ്ങ് പോയി എത്തിയില്ല. എന്താണെങ്കിലും കുര്യാക്കോസ് സാറ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ രക്ഷാധികാരികൾ ഒരാൾ കൂടിയായിരുന്നു കുര്യാക്കോസ് സാറ്. വളരെ ആഗ്രഹത്തോടു കൂടി അവർ എത്താൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ സാറിന് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നുകൊണ്ട് അവർക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. തലേദിവസം രാത്രി വരെ സാറും ടീച്ചറും അടിമാലിയിലുണ്ടായിരുന്നു. രാത്രി പെട്ടെന്ന് ശ്വാസം മുട്ട് കൂടുതലായി തൊടുപുഴയുള്ള ആശുപത്രിയിലേക്ക് പോയി. ആ ടീച്ചർ പോകുന്ന വഴിക്ക് രാവിലെ തന്നെ എന്നെ വിളിച്ചായിരുന്നു. വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എങ്കിലും പിന്നീടാണെങ്കിലും നമുക്ക് ആ ഒരു ആദരം സമർപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കുര്യാക്കോസ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിമാലിയുടെ സാംസ്കാരിക സാമൂഹിക മേഖലയിലെല്ലാം തന്നെ സാറ് ഇഴുകി ചേരുകയായിരുന്നു. സാർ ഒരു അടിമാലിക്കാരനായിട്ട് ഇവിടെ തന്നെ ജീവിക്കുകയായിരുന്നു.
ടീച്ചറെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടീച്ചർ വളരെ കാലം അടിമാലി സ്കൂളിൽ അധ്യാപികയായിരുന്നു. പിന്നീട് ഹെഡ് മിസ്ട്രസ്സായിട്ട് പോസ്റ്റിംഗ് കിട്ടി വേറെ സ്കൂളിലേക്ക് മാറിപ്പോയി. എങ്കിലും അടിമാലിയുടെ ആ ഒരു നിറസാന്നിധ്യമായിരുന്നു കുര്യാക്കോ സാറും VN വത്സ ടീച്ചറും. സാറ് അടിമാലിയിൽ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് സാറിൻ്റെ വീട്ടിലെത്തി നമ്മളുടെ 10 മണി പൂക്കളുടെ ആദരം സമർപ്പിക്കുവാൻ സാധിച്ചു. സാറും ടീച്ചറും വളരെ ആരോഗ്യവതിയും ആയി ഇനിയും തുടരട്ടെ. അടുത്ത നമ്മളുടെ കൂടിച്ചേരലുകളിൽ സാറിനെയും ടീച്ചറിനെയും പങ്കെടുപ്പിക്കാം എന്ന വിശ്വാസത്താൽ 10 മണി പൂക്കളുടെ എല്ലാവിധ ആദരവും സമർപ്പിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്കൂളിലെ കായിക അധ്യാപകനായ സുരേന്ദ്രൻ സാറിനെയാണ്. സുരേന്ദ്രൻ സാറ് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ അടിമാലി സ്കൂളിൻ്റെ എല്ലാമായിരുന്നു. കായിക രംഗങ്ങളിലെല്ലാം കുട്ടികളുമായിട്ട് തോൾ ചേർന്ന് ഒരേ മനസ്സോടെ പ്രവർത്തിച്ചിരുന്ന ഒരു രീതിയായിരുന്നു സാറിനുണ്ടായിരുന്നത്. ആ കാലഘട്ടം അടിമാലി സ്കൂള് വളരെ സുപ്രസിദ്ധമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. നമ്മൾ ഈ 10 മണി പൂക്കളുടെ പ്രോഗ്രാം അടിമാലിയിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന ഒരു സാറാണ് സുരേന്ദ്രൻ സാർ. അതെ, സുരേന്ദ്രൻ സാറ് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഇനാഗ്രേഷനും നമുക്കുള്ള ആശംസയുമാണ് അതിനകത്ത് അറിയിക്കുന്നത്. സാറിൻ്റെ വാക്കുകളിലേക്ക് പോകാം നമുക്ക്. ബഹുമാനപ്പെട്ട നമ്മുടെ സ്കൂളിൻ്റെ പൂർവാധ്യാപകരെ, ഈ സ്കൂളാക്കി മാറ്റിയ പ്രിയപ്പെട്ട അധ്യാപകരെ, അതോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ അവസരത്തിൽ ഞാൻ നിൽക്കുന്നത്. നമ്മളെല്ലാവരും ഭവനങ്ങളൊക്കെ പണിയാറുണ്ട്. അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അത് വ്യക്തമല്ലെങ്കിൽ, കൃത്യമല്ലെങ്കിൽ അത് വീണു പോകും. അതുപോലെ തന്നെ ഈ സ്കൂളാക്കി മാറ്റിയതാണ് നിങ്ങളെല്ലാവരും. ആ സ്കൂളാക്കി മാറ്റിയതിന് ശേഷമാണ് ഞങ്ങൾക്കൊക്കെ ഇവിടെ ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അപ്പോൾ വളരെയേറെ സന്തോഷം. എന്താണെങ്കിലും നമ്മുടെ ഈ സ്കൂളിൻ്റെ പേര് കലാഭൂപടത്തിൽ വളരെയധികം നിങ്ങളെല്ലാം അറിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ബിനു അടിമാലി ആണെങ്കിലും, അതുപോലെ തന്നെ ഇവിടുത്തെ ഇന്ന് പാട്ടുപാടിയിട്ടുള്ള സരള മേഡം ആണെങ്കിലും, അതുപോലെ ഇവിടുത്തെ പഴയ കലാകാരന്മാരായിട്ടുള്ള ഷൈജോ അടിമാലി ആണെങ്കിലും, അങ്ങനെ ഒട്ടനവധി ആളുകളുടെ കലാകേന്ദ്രമായിരുന്നു ഈ അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂള് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമാണ്. നമുക്ക് മറക്കാൻ പറ്റാത്ത KM രാജു സാറ്, അദ്ദേഹമൊക്കെയാണ് നിങ്ങളുടെ ഗുരുക്കന്മാരും. അതുപോലെ ഇവിടെ ഇന്ന് വന്നിട്ടുള്ള പല ഗുരുക്കന്മാരും പലപ്പോഴും നമ്മുടെ പരീതിക്ക പോലെയുള്ള ആളുകൾ, അതുപോലെ ബെന്നി പോലെയുള്ള ആളുകൾ, അതുപോലെ ഈ രാജൻചേട്ടൻ പോലെയുള്ള ആളുകൾ ഒക്കെ അനവധിയായി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ അധ്യാപകരുടെ പേരും, പ്രത്യേകിച്ച് മാത്യു സാറ്. എനിക്ക് ഏറ്റവും സന്തോഷം, എനിക്കിന്ന് നിങ്ങളുടെ അധ്യാപകരായിട്ടുള്ള പ്രിയപ്പെട്ട ഗീതമാൾ ടീച്ചറിൻ്റെ കൂടെയും അസീസ് സാറിൻ്റെ കൂടെയും ഒക്കെ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയൊരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതോടൊപ്പം ഈ പ്രവർത്തനങ്ങൾ അവർ തന്നിട്ടുള്ള ആ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടാണ് നിങ്ങൾ ഈ നിലയിലൊക്കെ എത്തിച്ചേർന്നത് എന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം. ഈ സ്കൂളിൽ നിങ്ങൾ ചെയ്ത സേവനം ചെറിയതല്ല. സ്കൂളിന് ഏതാണ്ട് 4-6 ഫാൻ ഇവിടെ മേടിച്ച് നിങ്ങൾ തരികയുണ്ട്. ഇവിടുത്തെ സംഘാടകർ മേടിച്ച് തന്നിട്ടുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി സ്മരിക്കുന്നു. അതുപോലെ തന്നെ നഴ്സറി ക്ലാസ്സിലേക്ക് വേണ്ടി, പ്രീ പ്രൈമറി ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് 10 കസേരയും അതിന് ഒരു പായും ഒക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. അതും വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളെ സഹായിക്കുന്നതാണ് നമ്മുടെ സ്കൂളിനുള്ളൂ. എൻ്റെ സംഘാടകരെ വളരെ സന്തോഷം, ഞാൻ തലകുനിച്ച് നമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കലാപരിപാടി നമ്മുടെ സ്കൂളിൻ്റെ അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ പേര് വാനോളം ഉയർത്തിയത് കലാപരിപാടികളിലൂടെ മാത്രമാണ് എന്നുള്ള സംശയമില്ല. പല വേദികളിലും ബിനു അടിമാലി പറയാൻ, ഞാൻ അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ പ്രോഡക്റ്റാണ്, ഞാൻ സ്കൂളിൽ പഠിച്ചാണ്, എൻ്റെ അധ്യാപകർ ഇന്നൊക്കെ ആയിരുന്നു, ഞാൻ അവിടെ നിന്നാണ് എന്നെ കലോത്സവത്തിലൂടെയാണ് ഈ പരിപാടിയിലേക്ക്, ഇങ്ങനെയുള്ള പരിപാടിയിലേക്ക് നയിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം പലപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കലാകാരന്മാർ പഠിച്ച ഈ സ്കൂളിൽ ഇത്തരത്തിലുള്ള നിങ്ങളുടെ പരിപാടികൾ, നിങ്ങളുടെ കുട്ടികളുടെ പരിപാടികൾ ഒക്കെ വളരെ വിജയപ്രദമായി തീർന്നിട്ട്, അതുപോലെ പൂർവാധ്യാപകരുടെയും എൻ്റെ ഗുരുക്കന്മാരായ പൂർവാധ്യാപകരുടെയും അതുപോലെ തന്നെ ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഒക്കെ അനുമതിയോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സാറിൻ്റെ ഉദ്ഘാടന പ്രസംഗം നമ്മൾ കേട്ട് കഴിഞ്ഞു. അടുത്തതായി നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ സ്കൂളിൽ നമ്മുടെ സീനിയറായി പഠിച്ച പ്രിയ എസ് കുമാറിനെ ഓർക്കുന്നുണ്ടോ?
ആ, പ്രിയസ് കുമാറിനെ ഓർക്കുന്നുണ്ട്. നമ്മുടെ ശശികുമാരൻ സാറിൻ്റെ മകളാണ്. അത് തന്നെയല്ല, നമ്മുടെ ബാച്ചിൽ പഠിച്ചിരുന്ന പ്രദീപ് എസ് കുമാറിൻ്റെ പെങ്ങളാണ്. അതെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചാണ് പ്രിയ ചേച്ചി നമ്മുടെ പ്രോഗ്രാമിൽ എത്തിയത്. ഇപ്പോൾ കായിക അധ്യാപിക കൂടിയാണ് പ്രിയ ചേച്ചി. നമ്മളുടെ കാലഘട്ടത്തിൽ ശരിക്കും പാട്ട്, ഡാൻസ്, മോണോ ആക്ട് എല്ലാ മേഖലകളിലും വളരെ ഒരു നിറസാന്നിധ്യമായിരുന്ന ചേച്ചിയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന ചേച്ചിക്ക് എല്ലാ ആദരവും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ചേച്ചിയുടെ ഒരു ഗാനം കേൾക്കാം. രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? രാജശില്പി എല്ലാം മറക്കും ഞാനൊരു മായാലോകത്തിലെത്തും. രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? രാജശില്പി രജനികൾ തോറും രഹസ്യമായി വന്നു ഞാൻ രതിസുഖസാരി പാടും. രജനികൾ തോറും രഹസ്യമായി വന്നു ഞാൻ രതിസുഖസാരി പാടും. പനിനീർക്കുമ്പിളിൽ പുതിയ പ്രസാദം പകരം നേദിക്കും ഞാൻ, പകരം നേദിക്കും. മറക്കും എല്ലാം മറക്കും ഞാനൊരു മായാലോകത്തിലെത്തും. രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? രാജശില്പി. താങ്ക് യു. അപ്പോൾ പ്രിയ ചേച്ചിയുടെ പാട്ട് നമ്മൾ കേട്ടു. പ്രേക്ഷകരോടൊപ്പം നമുക്കും ആ പാട്ട് ഒന്നുകൂടി ആസ്വദിക്കാൻ സാധിച്ചു. അടുത്തതായി നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ പരിചയപ്പെടുന്നത് ഒരു അമ്മയുടെ വാത്സല്യത്തോടെ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപികയാണ്. ആരാന്ന് പറയാമോ? പിന്നെ നമ്മുടെ ഭാരതി ടീച്ചറല്ലേ? അതെ, ഭാരതി ടീച്ചർ. ഭാരതി ടീച്ചർക്ക് നമ്മുടെ പ്രോഗ്രാമിൽ അന്ന് പങ്കെടുക്കാൻ സാധിച്ചില്ല. അതെ, നമ്മളേറെ പ്രതീക്ഷയോട് കൂടിയിരുന്നതായിരുന്നു. വരുമെന്ന് വളരെ പ്രതീക്ഷിച്ചിരുന്ന ടീച്ചറായിരുന്നു ഭാരതി ടീച്ചർ. അന്ന് രാവിലെ ബിജു പാലക്കാട്ടയിലാണ് ടീച്ചറെ വിളിക്കാൻ വേണ്ടി പോയത്. അവിടെ ചെന്നപ്പോഴാണ് ഇയർ ബാലൻസിങ് പ്രോബ്ലമായിട്ട് ടീച്ചർക്ക് നേരെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് ടീച്ചറിനെ നമ്മൾ വീട്ടിൽ പോയി കാണുകയുണ്ടായി. ടീച്ചറിനെ പോയി കണ്ടു. ഞാനിപ്പോഴും ഓർക്കുന്നു, നമ്മളവിടെ ചെന്ന് കയറിയ സമയത്ത് നമ്മൾ ഓരോരുത്തരെയും കാണുകയും നമ്മൾ ആദരം സമർപ്പിക്കുകയും ചെയ്തപ്പം ടീച്ചറുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകുകയായിരുന്നു.
നമ്മുടെ ഓരോരുത്തരുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാണ് നമ്മൾ പറഞ്ഞു വിട്ടത്. എന്തായാലും ടീച്ചർ ഇപ്പോൾ വളരെ ആരോഗ്യവതിയായി ഇരിക്കുന്നു, സുഖമായിരിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. വീണ്ടും ആയുരാരോഗ്യ സൗഖ്യത്തോടെ ദീർഘായുസ്സായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിചയപ്പെടുത്തുന്നു. അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിലെ വാനമ്പാടിയായിരുന്ന സരള ആലപിക്കുന്ന ഏറെ പ്രത്യേകതകളുള്ള ഒരു ഗാനമാണ് അടുത്തത്. അതെ, ആ ഗാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജു സാറാണ് ആ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത്. രാജു സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിമാലിയിലെ സ്കൂളിൽ കലാവാസനയുള്ള കുട്ടികളെ തെരഞ്ഞു പിടിച്ച് അവരുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ സ്കൂളിന് അഭിമാനകരമായ രീതിയിൽ ഒട്ടേറെ സമ്മാനങ്ങൾ വാങ്ങിക്കുന്നതിൽ ഏറെ തൽപരനായിരുന്ന ഒരു സാറായിരുന്നു രാജു സാറ്. അതെ, സാറിൻ്റെ സംഭാവനകൾ നമുക്ക് വിസ്മരിക്കാൻ പറ്റുന്നില്ല. അക്കാലത്തിൽ സാറ് നമ്മെ വിട്ട് പിരിഞ്ഞു പോയെങ്കിലും സാറിൻ്റെ ഓർമ്മകൾ ഇന്നും അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിലെ കുട്ടികളുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് നമുക്കറിയാം. കൂടാതെ ഈ പാട്ടിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കെ ചന്ദ്രൻ സാറാണ് ഇതിന്റെ ലിറിക്സ് റെഡിയാക്കിയേക്കുന്നത്. നമ്മുടെ മലയാളം അധ്യാപകനായിരുന്ന കെ ചന്ദ്രൻ സാറാണ് അതിന്റെ വരികൾ എഴുതിയത്. ചന്ദ്രൻ സാറിന്റെ വാക്കുകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കേട്ടതാണ്. ആ ചന്ദ്രൻ സാറിന്റെ സാന്നിധ്യത്തിൽ സരള ആലപിക്കുന്ന ആ ഒരു ഗാനം, അതിലേക്ക് പോവാം. മൺമറഞ്ഞു പോയ രാജു സാറാണ് ആ പാട്ട് ഈണം പകർന്നത്. അദ്ദേഹത്തെയും നമ്മൾ ഒരു നിമിഷം അനുസ്മരിച്ചു. സരള പാടുന്നു. മലയാളമേ മലയാളമേ കലയുടെ നാടേ മമ നാടേ. മലയാളമേ മലയാളമേ കലയുടെ നാടേ മമ നാടേ. ഹരിതാഭ ചൊരിയുന്ന തരുനിരയും കളഗീതി പാടുന്ന പൂഞ്ചോലയും ഹരിതാഭ ചൊരിയുന്ന തരുനിരയും കളഗീതി പാടുന്ന പൂഞ്ചോലയും പുളകങ്ങൾ ചാർത്തുന്നു മനതാരിൽ നിത്യം പുലർക്കാല രവി എന്നെ പുൽകുന്നു. പുളകങ്ങൾ ചാർത്തുന്നു മനതാരിൽ നിത്യം പുലർക്കാല രവി എന്നെ പുൽകുന്നു. മലയാളമേ മലയാളമേ കലയുടെ നാടേ മമ നാടേ. കായിക്കരയുടെ മണ്ണിൽ നിന്നുയർന്നു പരിവർത്തനത്തിൻ്റെ മാറ്റൊലികൾ. കായിക്കരയുടെ മണ്ണിൽ നിന്നുയർന്നു പരിവർത്തനത്തിൻ്റെ മാറ്റൊലികൾ. വയലാറിൽ നിന്നുയർന്നു ചങ്കൊലികൾ ചെരിതൂകി നിന്നു നിന്റെ ശ്രീകോവിലിൽ. ഇനിയും ജയിക്കട്ടെ നിന്റെ മണ്ണിൽ ഒരു 100 പുതുയുഗ നവഗീതികൾ. ഇനിയും ജയിക്കട്ടെ നിന്റെ മണ്ണിൽ ഒരു 100 പുതുയുഗ നവഗീതികൾ. മലയാളമേ മലയാളമേ കലയുടെ നാടേ മമ നാടേ. ഹരിതാഭ ചൊരിയുന്ന തരുനിരയും കളഗീതി പാടുന്ന പൂഞ്ചോലയും ഹരിതാഭ ചൊരിയുന്ന തരുനിരയും കളഗീതി പാടുന്ന പൂഞ്ചോലയും പുളകങ്ങൾ ചാർത്തുന്നു മനതാരിൽ നിത്യം പുലർക്കാല രവി എന്നെ പുൽകുന്നു. പുളകങ്ങൾ ചാർത്തുന്നു മനതാരിൽ നിത്യം പുലർക്കാല രവി എന്നെ പുൽകുന്നു. മലയാളമേ മലയാളമേ കലയുടെ നാടേ മമ നാടേ. നമ്മുടെ 10 മണിപ്പൂക്കളുടെ റീയൂണിയൻ വളരെ ഗംഭീരമായി സംഘടിപ്പിച്ചതിൽ പ്രധാന പങ്കുവഹിച്ചത് നമ്മുടെ 4 വ്യക്തിത്വങ്ങളാണ്. ഒന്ന്, നമ്മളുടെ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഇനിഷ്യേറ്റീവ് എടുത്ത സജീവ് തങ്കപ്പൻ. സജീവ് തങ്കപ്പനാണ്
ഈ ഗ്രൂപ്പ് ആദ്യമായി ക്രിയേറ്റ് ചെയ്തത്. അടുത്തത് നമ്മുടെ സുബൈറാണ്. സുബൈറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിലേക്ക് കൂടുതൽ അംഗങ്ങളെ ആഡ് ചെയ്യാൻ, അംഗങ്ങളെ കണ്ടെത്താൻ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത ആളാണ് സുബൈർ. അടുത്തതായി നമ്മൾക്ക് വേണ്ടിയിട്ട് നല്ല കോൺട്രിബ്യൂഷൻ നൽകിയത് നമ്മുടെ 10 മണിപ്പൂക്കളുടെ റീയൂണിയൻ്റെ പ്രോഗ്രാം കൺവീനറായ, ജനറൽ കൺവീനറായ ശ്രീ ബിനോജ് PT ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇവർക്കെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവർക്കെല്ലാം പ്രചോദനമായി നിന്നത് നമ്മുടെ ബ്രിനേഷാണ്. ഈ 4 പേർക്കുമുള്ള ആദരം നമ്മൾ ആ വേദിയിൽ സമർപ്പിക്കുകയുണ്ടായി. അതിൻ്റെ വിഷ്വൽസിലേക്ക് നമുക്ക് പോകാം. ആരവത്തിൻ്റെ 6ാമത് എപ്പിസോഡ് ഇപ്പം വൈൻഡപ്പ് ചെയ്യുന്ന സമയമായിരിക്കുകയാണ്. നമ്മൾ ഇനി അടുത്തതായി വിഷ സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണ്. വിഷ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് നമ്മുടെ ശ്രീ ഇബ്രാഹിമാണ്. ഇബ്രാഹിം അടിമാലിയിലെ ഒരു മലഞ്ചരക്ക് കച്ചവടക്കാരനാണ്. അതെ, ഇബ്രാഹിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ ടീച്ചേഴ്സിന് സ്പൈസസ് ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ ഏറെ പ്രധാന പങ്ക് വഹിച്ച ആളാണ് ഇബ്രാഹിം. ഇബ്രാഹിമിന് 10 മണിപ്പൂക്കളുടെ എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള ജന്മദിന ആശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു ഇബ്രാഹിം. അടുത്തതായി ആരാണ് നമ്മുടെ വിഷ സെഗ്മെന്റിലേക്ക് വരുന്നത്? അടുത്തത് നമ്മുടെ പോളാണ് വരുന്നത്. പോളിൻ്റെ ജന്മദിനമായിരുന്നു. പോളും അടിമാലിലെ ഒരു വ്യാപാരിയാണ്. കൂടാതെ സ്കൂളിൻ്റെ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ 75ാം വജ്ര ജൂബിലി ആഘോഷത്തിൻ്റെ സംഘാടക സമിതി അംഗം കൂടിയാണ്. അതെ, പോൾ PD എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. 10 മണിപ്പൂക്കളുടെ എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള ആശംസകൾ അറിയിക്കുന്നു. അടുത്തതായി ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് N ബ്രിനേഷാണ്. ബ്രിനേഷിന് എല്ലാവിധ ജന്മദിന ആശംസകളും. അടുത്തതായി നമ്മൾ ജന്മദിനം ആഘോഷിക്കുന്ന ഷൈനി എന്ന് വിളിക്കുന്ന ഷജിനിയുടെയാണ്. ഷൈനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രൂപ്പിലെ നിറ സാന്നിധ്യമാണ് ഷൈനി. ഹാപ്പി ബർത്ത്ഡേ ഷൈനി. വിഷ സെഗ്മെന്റിൽ ഇനി അടുത്തതായിട്ടുള്ളത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന 2 ഫാമിലിക്കുള്ള ആശംസകളാണ്. ആദ്യമായിട്ടുള്ളത് നമ്മുടെ ഉഷ മാത്യു ആണ്. ഉഷ മാത്യുവിനും ഷാജി ചേട്ടനും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഉഷ. അടുത്തത് നമ്മുടെ സഹപാഠി സഹീറയുടെയും അമീർ എന്ന് വിളിക്കുന്ന പരീദിക്കായുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സഹീറ ആൻഡ് പരീദിക്ക. 10 മണിപ്പൂക്കൾ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ആശംസകൾ അറിയിക്കുന്നു. മണിപ്പൂക്കൾ ഒരുക്കുന്ന ആരവത്തിൻ്റെ 6ാമത് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കറിയാമല്ലോ, നമ്മൾ പരിപാടികൾ കാണുന്നുണ്ടെങ്കിലും മറ്റുള്ളവരിലേക്ക് നമ്മുടെ പരിപാടികൾ എത്തുമ്പോഴാണ് ഇതൊരു വൻ വിജയമായി മാറുന്നത്. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.